ഹലോ ഗൈസ്, വെൽക്കം ടു മീരാസ് വണ്ടേഴ്സ്. ഇന്നെന്താ പരിപാടി എന്നല്ലേ? ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ അരങ്ങേറ്റമാണ് കേട്ടോ, ഭരതനാട്യം. നമ്മുടെ നമ്മുടെ ടി ഡി റോഡിലുള്ള ഒരു ഹാളിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ അവളെന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വരെ പോകണം. അപ്പം അതിനുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. കാണിച്ചു തരാവേ. അപ്പോൾ ആദ്യം തന്നെ ഒരു മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. ഇത് മറ്റേ സോഫ്റ്റ് ഉണ്ട്, നിവ്യ സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ. സ്കിന്നൊക്കെ അപ്പടി ഡ്രൈ ആയിരിക്കുന്നു, അതുകൊണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നു. ഇത് മുഖത്തും കഴുത്തിലൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ഇന്നത്തേതുണ്ടല്ലോ എൻ്റെ ഒരു ട്രഡീഷണൽ ലുക്കാണ് കേട്ടോ. നോർമലി ഞാനങ്ങനെ എപ്പോഴും ആ ലുക്കിൽ വെളിയിൽ വരാറില്ല. ഓണമൊക്കെ ആകുന്ന സമയത്ത് മാത്രമാണ് കൂടുതലും നമ്മൾ ട്രഡീഷണൽ ലുക്കിൽ വരുന്നത്. അങ്ങനെ മോയ്സ്ചറൈസർ ഇട്ടു. അടുത്തത് നമ്മുടെ നോക്ക് ലാക്മേയുടെ സൺ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സൺസ്ക്രീൻ, അതും അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടു. ഇത്രയേ ഉള്ളൂ കേട്ടോ ക്രീമായിട്ട്. പിന്നെ ഉള്ളത് ഇതേ നോക്ക് ലാക്മേയുടെ ഒരു ഐ പെൻസിലാണ്. ഇത് വെച്ചിട്ട് കണ്ണിൻ്റെയും താഴെ ഞാൻ എഴുതും. ഇതെനിക്ക് ഇത്തിരിയുടെ കോൺഫിഡൻസ് തരും. കണ്ണെഴുതി കഴിയുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നതെന്ന് തോന്നുന്നു. കാണിച്ചു തരേ. അങ്ങനെ ഞാൻ കണ്ണിൻ്റെ താഴെ കണ്ടില്ലേ, നന്നായിട്ട് ഇത്തിരി ഡാർക്കായിട്ട് എഴുതി കേട്ടോ. ഇനിയിപ്പോൾ കണ്ണിൻ്റെ മേലെ ഞാൻ ഇത് ഡാസിലറിൻ്റെയാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ലാക്മേയുടെ കിട്ടിയില്ല, അതുകൊണ്ടിട്ട് ഡാസിലറിൻ്റെയാണ്. ഇത് നന്നായിട്ട് ഒന്ന് കണ്ണിൻ്റെ മേലെ എഴുതി കൊടുക്കണേ ഗൈസ്. അങ്ങനെ കണ്ണ് എഴുതിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത്തിരി ഡാർക്കായിട്ട് തന്നെ എഴുതി. നോക്കിപ്പോൾ എൻ്റെ കണ്ണ് കണ്ടില്ലേ. അത് കഴിഞ്ഞ് നമുക്കൊരു കുഞ്ഞി പൊട്ട് തൊടാം. പിന്നെ ഉള്ളത് ഒരു ലിപ് ലൈനർ. അങ്ങനെ നമ്മൾ ലിപ് ലെയർ ഇട്ടു. ലിപ് ലെയർ ഇടുമ്പോൾ തന്നെ എന്താല്ലേ നല്ല കളറ്. കുറേ നാളത്തിന് ശേഷം തപ്പിയെടുത്തതാണ് കേട്ടോ. ഇത് വന്നിട്ട് നൈക്കയുടെയാണ്. നമ്മുടെ കടവന്ത്രയിൽ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയതാണ്. ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുമല്ലോ. ലിപ്സ്റ്റിക് എല്ലാം ഇട്ടു. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് സിങ്ക് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇനി ഹെയർ സ്റ്റൈലാണ് ഒരു പ്രശ്നം, കാരണം മുടി ഇല്ലാത്തതുകൊണ്ടിട്ട് എങ്ങനെ മുടി കെട്ടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാവേ. അമലുവിൻ്റെ ക്ലിപ്പൊക്കെ ഇപ്പോഴാണ് ആവശ്യം വരുന്നത്. അങ്ങനെ ഈ സൈഡ് ഒതുക്കി. ഇനി ഇപ്പുറത്തെ സൈഡ്. ഗൈസ് എങ്ങനെയുണ്ട്? ഇത്രയുള്ള മുടി ഞാൻ സെറ്റ് ചെയ്തത് നന്നായിട്ടുള്ള ഇല്ലെന്ന് എനിക്കറിയാൻ വയ്യ, ബട്ട് നമുക്ക് നോക്കാം. ഇനി കമ്മൽ ഇടാനാണ് കേട്ടോ ടെൻഷൻ കൂടുതൽ. എന്താ ഏത് കമ്മൽ ഇട്ടാൽ ഞാൻ ശരിയാവും എനിക്കറിയില്ല. ഞാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണിച്ചു തരാവേ. ഗൈസ് എനിക്ക് കമ്മൽ ഏതിടണമെന്ന് ഡൗട്ടാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഇതൊരു ജിമ്മിക്കുണ്ട്. ഇതൊരു മറ്റേ ചെട്ടിനാട് കളക്ഷൻ്റെ അകത്ത് വരുന്നതാണ് ഇത്. പിന്നെ ഉള്ളത് ഇതെനിക്കറിയാം ഭയങ്കര ഹെവി ആയി പോവും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെറിയൊരു സ്റ്റഡ്. ഇതിലേതാ നല്ലത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ വെച്ച് നോക്കിയിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് വരാം. ഗൈസ് നമ്മുടെ മെയിൻ സാധനം മറന്നുപോയി. കുപ്പിവള. അങ്ങനെ കുപ്പിവളയും ഒരു കയ്യിലിട്ടു. കയറുന്നില്ല അല്ല കുപ്പിവള. പിന്നെ മറ്റേ കയ്യിൽ സിമ്പിൾ ഒരു വളയിടുന്നതേ ഉള്ളൂ, വാച്ചൊന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ പോയി മുടി ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് സാരി എടുത്തിട്ട് വരാം. ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ സാരി ലുക്ക് വന്നിട്ട്. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന്. ഞാനൊരു കോൺട്രാസ്റ്റ് കളർ ബ്ലൗസാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ കമ്മലാണ് കേട്ടോ ചൂസ് ചെയ്തത്. മറ്റേ ചെട്ടിനാട്. മറ്റേത് ഇട്ട് നോക്കിയപ്പം ഭയങ്കര വലുത്, ഒരെണ്ണം ഇട്ട് നോക്കിയപ്പോൾ തീരെ ചെറുത്. അപ്പോൾ ഇത്തിരി ഒരു ഭംഗിയില്ലാന്ന് എനിക്ക് തോന്നിയത് കൊണ്ടിട്ട് ഞാൻ ഇതിട്ടു. സാരി പിന്നെ 1 ലെയർ ആയിട്ടാണ് കേട്ടോ ഇട്ടത്. ഇത് പുനർജനി സ്കൂൾ ഓഫ് ഡാൻസ് സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു കേട്ടോ. ഇത് നടന്നത് ഫൈൻ ആർട്ട് സൊസൈറ്റി ഹാളിലാണ്. കുട്ടികളെ അതിലേക്ക് ഹാളിലേക്ക് ആനയിച്ചത് അവരുടെ പേരൻസ് തന്നെയാണ് കേട്ടോ. താലപ്പൊലിയൊക്കെ എടുത്ത് അവർ വന്നപ്പോഴാണെങ്കിൽ നല്ല മറക്കൂടെയൊക്കെ വെച്ച് മുഖമൊക്കെ മറച്ചിട്ടാണ് ഹാളിലേക്ക് വന്നത്. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് ആ ഡാൻസും പ്രോഗ്രാമും എല്ലാം കണ്ടു. ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്തത് ദിലീപ്, കാവ്യ മാധവൻ, സുരാജ് വെഞ്ഞാറമൂട്, വിജയ് ബാബു, ഷാജി കൈലാസ്, ആനി, അതിഥി, റംസാൻ, പിന്നെ എനിക്കറിയാൻ വയ്യാത്ത ഏതോ ഒരു ആക്ടറൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എന്നെ വിളിക്കേണ്ട അയച്ചേട്ടൻ വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.
വന്നത് എനിക്ക് കഴിക്കാൻ കിട്ടിയത് ഇതാണ് കേട്ടോ. കുറച്ച് നൂഡിൽസിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് പോലും ഇല്ലായിരുന്നു. ഈവനിങ് സ്നാക്കായിട്ട് എനിക്ക് തന്നതാണ്. ഇതിൽ നല്ലതുണ്ടല്ലോ, അവിടെ നല്ല ചായയും നല്ല ഇതും ഉണ്ടായിരുന്നു, സ്നാക്സും ഉണ്ടായിരുന്നു. ഞാനതൊക്കെ കഴിക്കാതെ ഇവിടെ വന്ന് ഇവര് മറ്റേ ചിക്കൻ റോളും അതും ഇതും ഒക്കെ തിന്നിട്ട് എനിക്ക് വേണ്ടി തന്നിരിക്കുന്ന അതേ നൂഡിൽസ് ഇത്രയും മിച്ചം വെച്ചേക്കുന്നു. ഇത് ചെയ്യുന്നത് ശരിയാണോ ഗൈസ്? അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.